നമസ്കാരം, സ്വാഗതം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കം. മല്ലികാർജുൻ ഖർഗെ ഫ്ളാഗ് ഓഫ് ചെയ്തു. യാത്രയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് നമുക്കും പറയുന്നതാണ് സിംഹാസനം പോയി ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ള. അധികാര രാഷ്ട്രീയത്തെ വിമർശിച്ച എം മുകുന്ദൻ, നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്ത്, സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ അതൊഴിയണമെന്നും മുകുന്ദൻ. എം ടിയുടെ വിമർശനം തള്ളാതെ CPM. വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പകപോക്കലെന്ന MP ഗോവിന്ദൻ. വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPM. മുഖ്യമന്ത്രി സൂര്യനെ പോലെയെന്ന പരാമർശം വ്യക്തിപൂജയല്ല, തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതായും CPM സെക്രട്ടറി. ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും A ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ലെന്ന് ബെന്നി ബെഹനാൻ. KS യൂത്ത് കോൺഗ്രസ് സെറ്റിലൂടെ കടന്നു വന്ന ആളുകൾക്കുണ്ടായിരുന്ന ഒരു വലിയൊരു ആത്മബന്ധം ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്ത് ഒരു സെക്ടേറിയൻ ചിന്തയിൽ നിന്നതല്ല. അവർക്ക് ഞാൻ അതൊരു പ്രവർത്തന ശൈലിയിലുണ്ടായ യോജിപ്പായിരുന്നു, കാഴ്ചപ്പാടിലുണ്ടായിരുന്ന യോജിപ്പായിരുന്നു. ആ യോജിപ്പിലൂടെയാണ് ഞങ്ങളെല്ലാം കടന്നു വന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഗ്രൂപ്പ് ശിഥിലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗ്രൂപ്പല്ല, ഉമ്മൻചാണ്ടിയുമായിട്ടുണ്ടായ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങോട്ട് പോയി വിളിക്കാനില്ല. ജോസ് പക്ഷം മുന്നണി വിട്ടതിൽ താൻ അനാവശ്യമായി പഴി കേട്ടു. പരാതി പറഞ്ഞ് UDF വിട്ടവർക്കിപ്പോൾ പരാതിപ്പെടാൻ അവസരമില്ലെന്നും ബെന്നി ന്യൂസ് 18നോട്. ശബരിമല മകരവിളക്ക് മഹോത്സവം നാളെ. ദർശന പുണ്യം തേടി ഭക്തലക്ഷങ്ങൾ. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠാ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം. വിശദമായ വാർത്തകൾ നോക്കാം. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കം. തൗബാലിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 18 സംസ്ഥാനങ്ങളിൽ കടന്നുപോകുന്ന യാത്ര 6713 കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കും. और पार्टी को भी ताकत दिला रहे हैं और गरीबों को भी ताकत दे रहे हैं. तो इसलिए मैं अपनी बात को लंबा न खींचते हुए मैं अपनी बात को यहीं पर समाप्त करता हूं और राहुल जी आगे आपके बात को रखेंगे. आप उनकी बात सुनिए. ये कहते हुए मैं अपनी बात को समाप्त करता हूं. मैं 2 स्लोगन करूंगा, कृपया आप उतने ही जोर से बोलना. मैं तो जरा गला मेरा खराब हुआ है, फिर भी खराबी में भी मैं बोलता हूं. जय हिंद, जय हिंद, जय हिंद, जय कांग्रेस. क्या इतने लोग बैठे हैं? मेरे उतना भी आवाज नहीं आपका. जय कांग्रेस, जय कांग्रेस, जय कांग्रेस. देखिए, यहां से यात्रा शुरू होने वाली है. आप सब लोग एक बार उठ के तालियां बजाओ यात्रा के लिए. खारगे जी, कांग्रेस वर्किंग कमेटी के सब मेंबर्स,
पीसीसी प्रेसिडेंट साहब, सीएलपी लीडर, चीफ मिनिस्टर्स, स्टेज पे कांग्रेस पार्टी के वरिष्ठ नेता, भाइयों और बहनों, प्रेस के हमारे मित्रों, आप सबका यहां बहुत बहुत स्वागत, नमस्कार। मैं जानता हूं कि आप सुबह से यहां बैठे हो। दिल्ली में फॉग के कारण हमारी फ्लाइट, खारगे जी की फ्लाइट डिले हो गई, इसीलिए हम समय पर नहीं आ पाए। आप सबको कष्ट हुआ, इसके लिए मैं आप सबसे शुरुआत में ही माफी मांगना चाहता हूं। उनतीस जून को मैं मणिपुर आया था और उस विजिट में जो मैंने देखा, जो मैंने सुना, मैंने कभी पहले नहीं देखा था, नहीं सुना था। 2004 से मैं राजनीति में हूं। पहली बार मैं हिंदुस्तान के एक प्रदेश में गया जहां गवर्नेंस का पूरा इंफ्रास्ट्रक्चर कोलैप्स कर गया था, जिसको हम मणिपुर कहते थे। 29 जून के बाद वो मणिपुर रहा ही नहीं, बट गया। कोने कोने में नफरत फैली, लाखों लोगों को नुकसान हुआ, भाई बहन, माता पिता आंखों के सामने मरे। और आज तक हिंदुस्तान के प्रधानमंत्री मणिपुर में आपके आंसू पोंछने, आपसे गले लगने, आपका हाथ पकड़ने नहीं आए। शर्म की बात। शायद नरेंद्र मोदी जी के लिए, बीजेपी और आरएसएस के लिए मणिपुर हिंदुस्तान का भाग ही नहीं है। आपका जो दुख है, आपका दर्द है, वो उनका दुख, उनका दर्द नहीं है। पिछले साल हमने भारत जोड़ो यात्रा शुरू की। कन्याकुमारी से कश्मीर तक हम चले, 4000 किलोमीटर चले और भारत को जोड़ने की हमने बात की, नफरत मिटाने की बात की, एक धर्म को, एक जात को दूसरी जात से मिलाने की बात की और बहुत अच्छा रिस्पांस मिला। लाखों लोगों से बातचीत की। ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. തൗബാലിയിൽ എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 15 സംസ്ഥാനങ്ങളിൽ കടന്നുപോകുന്ന യാത്ര 6213 കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മിലിന്ദ് ദേവ്ര പാർട്ടി വിട്ടു. ലോക്സഭാ സീറ്റ് തർക്കത്തെ ചൊല്ലിയാണ് മിലിന്ദ് പാർട്ടി വിട്ടത്. 2004ലും 2009ലും മുംബൈ സൌത്ത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മിലിന്ദ് 2014ലും 2019ലും ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്തിനോട് പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ഉദ്ധവ് വിഭാഗം ഇത്തവണ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് മിലിന്ദിന്റെ രാജിപ്രഖ്യാപനം.
മിലിന്ദ് ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സുപ്രധാനമായ ഒരു അധ്യായം അവസാനിക്കുന്നതായി മിലിന്ദ് ദേവ്ര എക്സിൽ കുറിച്ചു. എം ടി വാസുദേവൻ നായർക്ക് പിന്നാലെ അധികാര രാഷ്ട്രീയത്തെ വിമർശിച്ച സാഹിത്യകാരൻ എം മുകുന്ദനും നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്, സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ അതൊഴിയണമെന്നും ജനങ്ങൾ വരുന്നുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. വ്യക്തിപൂജ പാടില്ല എന്നും KLF വേദിയിൽ എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. കിരീടം അടിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. ഒരു തുള്ളിച്ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിലെ ഈ വരികളെ സമീപകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള എം സ്വരാജിന്റെ ചോദ്യത്തിനാണ് സാഹിത്യകാരൻ എം മുകുന്ദന്റെ മറുപടി. അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്കും എം മുകുന്ദന്റെ മുന്നറിയിപ്പ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ രുചി കഴിഞ്ഞവരാണ്. അവരവരുടെ എഴുന്നേൽക്കില്ല, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. എനിക്ക് പണ്ടത്തെ കാലത്ത് അടിയന്തര കാലത്ത് ഒക്കെ നമ്മളത് കണ്ടാണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നോട് പേര് മറന്നുപോയി. കവി പറഞ്ഞതെന്ന് വെച്ചാൽ സിംഹാസനം കാലിയാക്കും, ജനങ്ങൾ വരുന്നു എന്നാണ്. ജനങ്ങൾ വരികയാണ്, അവരുടെ സിംഹാസനം ഒഴിയൂ എന്നാണ് പറഞ്ഞത്. അതൊരു പ്രശസ്ത ജയപ്രകാശ് നാരായണൻ കോട്ടയത്തിലെ ഒരു കവിതയാണത്. അപ്പം അതാണ് നമുക്കും പറയാനുള്ളത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് നമുക്കും പറയാനുള്ളതാണ്, സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും വരാനുള്ള തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കണമെന്നും എം മുകുന്ദൻ. സംവാദത്തിലെ പരാമർശങ്ങൾ എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും ബാധകമെന്ന പിന്നീട് വ്യക്തത വരുത്തി. വ്യക്തിപൂജ പാടില്ല. EMS നേതൃപൂജകളിൽ ഒന്നുമുണ്ടായിരുന്നില്ലെന്ന MTയുടെ വിമർശനം ഉൾക്കൊള്ളണം. വിമർശനം അതിനൊരു സ്പേസ് ഉണ്ടാകണം. പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല, വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് അതുകൊണ്ടാണ്. സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജനാധിപത്യം വളരുകയുള്ളൂ. കേരള സാഹിത്യോത്സവ വേദിയിൽ MTയുടെ പരാമർശമുയർത്തിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് സമാന രാഷ്ട്രീയ പ്രതികരണങ്ങളുമായി കൂടുതൽ പേരെത്തുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. MTയുടെ വിമർശനം തള്ളാതെ CPM. MT പ്രസംഗം വിമർശനമാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് ഇവിടെയും. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പാട്ടെന്ന് നമ്മൾ കുറിച്ചു. പിണറായി വിജയനെ വേദിയിലിരുത്തി MD നടത്തിയ വിമർശനം CPMനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിണറായി വിജയനും സർക്കാരിനുമെതിരെയാണ് MDയുടെ വിമർശനങ്ങളെന്ന വ്യാഖ്യാനങ്ങളുണ്ടായി. പ്രതിപക്ഷം ഏറ്റുപിടിച്ചു. എന്നാൽ 2003 MD എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് തടിയൂരാനായിരുന്നു ഇതുവരെ CPM നേതാക്കളുടെ ശ്രമം. ലേഖനത്തിന്റെ കാര്യം സൂചിപ്പിച്ചെങ്കിലും വിമർശനമാണെങ്കിൽ അംഗീകരിക്കുന്നുവെന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് മറ്റു നേതാക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാതു കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. 2003 MD ഇതേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് AK ആന്റണിക്കെതിരായ വിമർശനമെന്ന് പറഞ്ഞില്ലെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. അന്ന് അത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് ഇതുപോലെയാണെങ്കിൽ അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്? അന്ന് 2003 ഇത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയതെന്ന് അത് പറ. അത് ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പറയാം. ആരെയാ? ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? നിങ്ങൾക്ക് അന്ന് ഉറപ്പില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ്. ഇത് പിണറായിയെ സംബന്ധിച്ചും
CPM-നെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഉറപ്പും 2003 AK ആന്റണിയെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് വർഗപരമാണ്. അതാ കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. 2003, 2023. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPM എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് വ്യക്തിപൂജയുടെ ഭാഗമല്ലെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. നേതാക്കളും മന്ത്രിമാരും തുടർച്ചയായി മുഖ്യമന്ത്രി സ്തുതി നടത്തുന്ന സാഹചര്യത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് BJPയും UDFും ആഗ്രഹിച്ചാലും അടുത്തെത്താനാകാത്ത അത്രയും ദൂരത്തിൽ സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു നേരത്തെ MV ഗോവിന്ദന്റെ പരാമർശം. വ്യക്തിപൂജയും ബിംബവത്കരണവും എന്നും എതിർക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പച്ചയായ വ്യക്തിപൂജാ പരാമർശം നടത്തിയത് CPM കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, അതിന് അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തിപൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിന്റെ സംശയം. അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ അഗ്നിക്ക് കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, സൂര്യനാണ്. അന്ന് താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ഗോവിന്ദൻ പറയുന്നു. MV ഗോവിന്ദന്റെ മുഖ്യമന്ത്രി സ്തുതിയെ EP ജയരാജൻ അടക്കമുള്ള നേതാക്കളും ശരിവച്ചിരുന്നു. പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമെന്ന് നേരത്തെ മന്ത്രി VN വാസവനും വിശേഷിപ്പിച്ചിരുന്നു. ഇത്തരം സ്തുതികൾക്കെതിരെ വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വ്യക്തിപൂജ തള്ളി CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനം. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ വിജയനെതിരായ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കലെന്ന് CPM. പിണറായി വിജയന്റെ മകൾ ആയതുകൊണ്ടാണ് മകൾക്കെതിരായ അന്വേഷണം വന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിത്. ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ എന്നും CPM പ്രതിക്കൂട്ടിലാവിലായെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അന്വേഷണം നടക്കട്ടെ, ഞങ്ങൾക്ക് എന്തെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ആർക്കാ അതിന്റെ മേലെ ഒരു പ്രയാസം? ഇതിപ്പോ രാഷ്ട്രീയമായ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ്. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പുതുതായിട്ട് ഒരു കാര്യവും നമുക്കതിൻ്റെ അത് പറയാനില്ല. എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. മാധ്യമങ്ങൾ അത് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കാണുകയുള്ളൂ. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം. അതിലൊന്നും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കോൺഗ്രസിന് ഒരാവേശവുമില്ലെന്ന് കെ മുരളീധരൻ. നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രവും വേട്ടയാടലെന്ന് CPMും പറയുന്നു. പക്ഷേ ഇവർ തമ്മിൽ അന്തർധാര സജീവമാണ്. BJPക്ക് കേരളത്തിൽ MP വേണം. അതിന് ഏത് കളിയും കളിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ED അന്വേഷണം വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ഇത് അന്തർധാരയിൽ അവസാനിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളിൽ ഒരാവേശവും കാണിക്കുന്നില്ല. അതല്ല, ആക്ഷൻ എടുക്കേണ്ടതാണെങ്കിൽ നേരത്തെ തന്നെ എടുക്കായിരുന്നല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തും എല്ലാം എന്തൊക്കെ വന്നു. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്ത് കിടക്കുക, മുഖ്യമന്ത്രിക്ക് കുഴപ്പമില്ല. ഇത് ഏത് രാജ്യത്തെ ന്യായ? അല്ല, അത് ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് ശിവശങ്കറിൽ അവസാനിക്കും, അതിനപ്പുറം പോവില്ല എന്ന് പറഞ്ഞില്ലേ? അതുപോലെ സംഭവിച്ചില്ലേ? അതെ, അതാണ് അത്. കാരണം BJPക്ക് കേരളത്തെ MP വേണം. അത് ഒന്നോ രണ്ടോ എന്തായാലും ഒന്നെങ്കിലും വേണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അതിനവർ ഏത് വൃത്തികെട്ട കളിയും കളിക്കും. അതിൻ്റെ ഭാഗമായി CPMുമായിട്ടുള്ള ഒരു അന്തർധാരയ്ക്ക് ശ്രമിക്കുന്നു. തിരിച്ചെത്താം വളരെ വേഗം ഒരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. പൊൻകതിർ പുട്ട് സോഫ്റ്റ്. പക്ഷേ സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്.
अयोध्या जा रहे साइकिल से രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. തിരികെ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറമെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും ദർശനം നടത്തിയേക്കും. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങിനും ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗം തൃപ്രയാറിൽ എത്തിയേക്കുമെന്നാണ് വിവരം. ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായുള്ള ഉന്നതതല യോഗം ചേർന്നു. ജില്ലാ കളക്ടറും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അടങ്ങുന്ന ഉന്നതതല സംഘമാണ് യോഗം ചേർന്നത്. പോലീസ് ഇന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ സുരക്ഷാ പരിശോധന നടത്തും. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പൊതുതാൽപര്യത്തിന് ഭരണ പ്രതിപക്ഷ ഭേദം വേണ്ട, സഹകരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം. കുറച്ചുകൂടി പ്രായോഗിക സമീപനം പ്രതിപക്ഷം സ്വീകരിക്കണമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കെ. മുരളീധരൻ. എന്നാൽ യോജിച്ച സമരത്തിന് ഇപ്പോഴില്ല. കേന്ദ്രം ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങളോടൊക്കെ നിഷേധാത്മക സമീപനമെടുക്കുന്നു. എന്നാൽ അത്രയും കേരളത്തോട് കാണിക്കുന്നില്ല എന്നും കെ. മുരളീധരൻ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി മരണപ്പെട്ടെങ്കിലും എ ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ എം.പി. ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നവർ ചിതറിപ്പോയിട്ടില്ല, പോവുകയുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് പാളിച്ച പറ്റുന്നത്. എ ഗ്രൂപ്പിന്റെ കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടില്ല. ഗ്രൂപ്പ് പാടില്ലെന്ന് പുതിയ നേതൃത്വം പറഞ്ഞിട്ടുമില്ല. ഉമ്മൻചാണ്ടിയുമായി ആത്മബന്ധമുണ്ടായിരുന്നവർക്ക് അത് നഷ്ടപ്പെടുത്താനാവില്ലെന്നും ബെന്നി ബെഹനാൻ ന്യൂസ് 18നോട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആൽമരം പോലെ, വടവൃക്ഷം പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ വ്യക്തിയാണ്. അദ്ദേഹവുമായിട്ട് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ആത്മബന്ധം അറുത്തുമാറ്റപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷവും എ ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ല, ആത്മബന്ധം ഇല്ലാതായിട്ടില്ല. അതിപ്പോഴും നിലനിൽക്കുന്നു, കൂടുതൽ ശക്തിയായി. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും തകരുമെന്നുള്ള പ്രതീക്ഷ എനിക്ക്. താങ്കളാണ് എ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായി നിന്നയാളാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ആ നേതൃതലത്തിലുണ്ടായിരുന്ന ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനുള്ളൊരു ആർജവം ഒരു കേഡർ സംവിധാനം എ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല സുജിത്ത്, അതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഗ്രൂപ്പ് ശിഥിലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഗ്രൂപ്പല്ല, ഉമ്മൻചാണ്ടിയുമായിട്ടുണ്ടായ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നില്ല. എന്നും ഞങ്ങളെപ്പോലെയുള്ള ആളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താങ്കളിപ്പോൾ ചോദിച്ചത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നവർ ചിതറിപ്പോയെന്ന്. ഞാൻ പറഞ്ഞത് ചിതറിപ്പോയിട്ടില്ല, ചിതറിപ്പോകില്ല. അങ്ങനെ ചിതറിപ്പോകും എന്ന് ചിന്തിക്കുന്നവർക്കായിരിക്കും പാളിച്ച പറ്റാൻ പോകുന്നത്. ജോസ് കെ മാണി വിഭാഗത്തെ പെട്ടെന്ന് പോയി യു.ഡി.എഫിലേക്ക് ക്ഷണിക്കാനില്ലെന്ന് ബെന്നി ബെഹനാൻ എം.പി. യു.ഡി.എഫിനെതിരെ പരാതി പറഞ്ഞു പോയവർ എൽ.ഡി.എഫിൽ പരാതിപ്പെടാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലാണ്. അവഗണനയുമായി അവിടെ തുടരണമോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. കേരള കോൺഗ്രസിനെ തങ്ങളായിട്ട് മുന്നണിയിൽ നിന്ന് കളഞ്ഞതല്ല. യു.ഡി.എഫ് ആശയം ഉൾക്കൊള്ളുന്ന ആർക്കും മുന്നണിയിലേക്ക് വരാം. മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടതിൽ താൻ അനാവശ്യമായി പഴികേട്ടതും ബെന്നി ബെഹനാൻ ന്യൂസ് 18നോട്. മറ്റു വാർത്തകളിലേക്ക് വരാം. ശബരിമല മകരവിളക്ക് ഉത്സവം നാളെ വൈകിട്ട് 6:40 തീർത്ഥാടകർക്ക് മകരവിളക്ക് ദർശിക്കാനാകും. സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായ നാളെ സന്ധ്യയ്ക്ക് കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി തെളിയും. ആ സമയം പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും തീർത്ഥാടകർക്ക് കാണാനാകും. പുലർച്ചെ 2:46 മകരസംക്രമ പൂജ. ഈ സമയം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച നെയ്യ് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി അഭിഷേകം ചെയ്യും. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ഈ സമയം 18 മലകൾക്കും മീതെ ശരണം വിളികൾ പ്രകമ്പനം തീർക്കും. അതിനിടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി തെളിയും. ഒപ്പം പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും. ഏറ്റവും പ്രാചീനമായ ഒരു ഉത്സവത്തിൻ്റെ ആരംഭമാണല്ലോ മകരവിളക്ക്.
അപ്പോൾ ഇത് ഇതിൻ്റെ പഴക്കം തന്നെയാണ് ഇതിൻ്റെ മഹിമ എന്ന് തോന്നുന്നു. കാരണം വളരെ എത്ര പഴക്കമുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത്രയും പഴയ ഒരു അന്ന് മുതൽ ആവർത്തിച്ച് വരുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സവിശേഷതയും. തിരക്ക് കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ പേർ എത്തുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രതീക്ഷ. വിളക്കിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പൂജാ ചടങ്ങുകൾ ഇന്നലെ ആരംഭിച്ചു. ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ 2500-ലധികം പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനകളും ഇതര സംസ്ഥാനങ്ങളിലെ പോലീസുകാരും സുരക്ഷാ ഡ്യൂട്ടിക്കുണ്ട്. ന്യൂസ് 18 സന്നിധാനം. അയോധ്യ ഒരുങ്ങുന്നു. സരയൂ നദിയുടെ തീരത്ത് പർണശാലകളും ഹോമകുണ്ഠങ്ങളും ഒരുങ്ങുകയാണ്. 100 ഏക്കറിൽ ഒരു കൂടാര നഗരം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. 21,000 പൂജാരിമാർ പങ്കെടുക്കുന്ന മഹായാഗമാണ് നടക്കുക. അയോധ്യയിലെത്തിയാൽ നമുക്ക് ഒരുപാട് കൗതുകകരമാർന്ന വ്യത്യസ്തമാർന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. അതിലൊന്നാണ് ഈ കാണുന്ന ഈ സരയൂ നദി കരയിൽ ഒരുങ്ങുന്ന 108 യജ്ഞകുണ്ഠങ്ങളും 1008 ശിവലിംഗാലയങ്ങളും. അവിടെ താമസിക്കാൻ വരുന്ന സ്വാമിമാരാണ്. അവർ പ്രത്യേക തരത്തിലാണ് അവരുടെ ഓരോ ചടങ്ങുകളും മറ്റും. ഈ സ്ഥലം വൃത്തിയാക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത്. हम लोग खाकचौक श्री हनुमान मंदिर बद्रीनाथ धाम, वहाँ सारी टीम हमारी वहीं की है कि 550 वर्षों के बाद ये मौका मिला, ये बहुत बड़ी बात है. हमारे बच्चे छोटे छोटे 500 वर्षों से यही सुनते आ रहे थे कि मंदिर टूटा, मंदिर टूटते हुए देखा, जब दुनिया भर की इसी प्रकार की बातें. लेकिन आज सौभाग्य प्राप्त हो रहा है उन बच्चों को भी, उन पूरी जितने भी लोग संसार में आज विराजमान हैं, सब मंदिर को बनते हुए देख रहे हैं. പ്രതിഷ്ഠാ ദിവസം ഇവിടെ തമ്പടിക്കുന്ന നിരവധി സ്വാമിമാരുണ്ട്. അവർക്ക് തങ്ങളുടെ യജ്ഞം നടത്താനുള്ള പ്രത്യേക ഈ യജ്ഞകുണ്ഡങ്ങളാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 108 യജ്ഞകുണ്ഡങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു. 1008 ശിവലിംഗാലയങ്ങളുടെ നിർമ്മാണം അവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു അയോധ്യ എന്ന് വേണം കരുതാൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് സന്യാസിമാർ ഇവിടെ എത്തും. അവരുടെ ആ ദിവസങ്ങളിലേക്ക് അവർക്ക് ഇവിടത്തേക്ക് ക്ഷണമുണ്ട്. സരയൂ നദിയുടെ തീരത്ത് 1008 ശിവലിംഗങ്ങൾ പൂജിക്കും. തുടർന്ന് നിമഞ്ജനം ചെയ്യും. നർമ്മദാ നദിയിൽ നിന്നുള്ള കല്ലുകളിൽ തീർത്തവയാണ് ശിവലിംഗങ്ങൾ. സൂറത്തിൽ നിന്നുള്ള വ്യാപാരികൾ നൽകുന്നത് 31,500 കിലോഗ്രാം നെയ്യ്. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളുടെ മന്ത്രോച്ചാരണത്താൽ നിറയും ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. റിലയൻസ് ജിയോ എയർ ഫൈബർ സേവനങ്ങൾ നാളെ മുതൽ കേരളത്തിലുടനീളം. കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ജിയോ എയർ ഫൈബർ ലഭ്യമായിരുന്നത്. സെപ്റ്റംബർ 19-നാണ് രാജ്യത്ത് ജിയോ എയർ ഫൈബറിന് തുടക്കമിട്ടത്. ജിയോ എയർ ഫൈബർ പ്ലാനിൽ 30 Mbps സ്പീഡിൽ അൺലിമിറ്റഡ് ഡാറ്റ 599 രൂപയ്ക്ക് ലഭ്യമാകും. കൂടാതെ 100 Mbps സ്പീഡിൽ 899 രൂപയുടെയും പ്ലാനുകൾ ലഭ്യമാണ്. 1199 രൂപയുടെ പ്ലാനിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ജിയോ സിനിമ പ്രീമിയം ഉൾപ്പെടെ 16 OTT പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാകും. മറ്റ് 2 പ്ലാനുകളിലും 14 OTT ആപ്പുകൾ ലഭ്യമാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 5,775, പവന് 46,200. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 4,800, പവന് 38,400. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. നമസ്കാരം. ഈ പരിപാടി